ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്യണമെന്ന് കുറേ കാലത്തുള്ള ആഗ്രഹമാണ്. കുറേ ചാനൽ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, ബട്ട് എല്ലാം കൺസിസ്റ്റൻ്റ് അല്ല. ഒരു മാസത്തോളം ഇട്ടിട്ടാണ് നിർത്തും. അപ്പോൾ ഈ പ്രാവശ്യം ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നീച്ച് പറയാനൊന്നുമില്ല. എനിക്കെന്താണ് ഇഷ്ടമുള്ളത് അതൊക്കെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജേണിയിൽ നിങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഡോക്ടറിനെ കാണാൻ വന്നുണ്ടമ്മ. ഡോക്ടർ എന്തായി? ഡോക്ടർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. എന്തായാലും 1 മണിക്കൂർ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും മലമ്പുഴ പോകണോ വാടികയിൽ പോകണമെന്നായിരുന്നു. എന്തായാലും 1 മണിക്കൂറിൽ മലമ്പുഴ പോയിടാൻ പറ്റും. അങ്ങനെ വാടികയ്ക്ക് മറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ 1 മണിക്കൂർ നമ്മളിങ്ങനെ സമയം കളയും. എന്നിട്ട് നമ്മൾ തിരിച്ച് ഡോക്ടറിനെ കാണാൻ പോകും. പുറത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ നല്ല മടിയുള്ള ആളാണ്. നല്ല സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നത് അത്ര കംഫർട്ടബിൾ അല്ല. അപ്പോൾ എൻ്റെ ആ ആൻസൈറ്റി മാറ്റാനും പിന്നെ ഒപ്പം ഒരു ഹോബി എന്ന് നിലയ്ക്കാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് എവിടെ എത്തുന്നതെന്ന് അറിയില്ല. അപ്പം എന്തായാലും ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ പോസ്റ്റായ സ്ഥിതിക്ക് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് കാണേണ്ടതെന്നൊക്കെ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ടൈപ്സ് ഓഫ് വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇന്ന് ക്ലാസ്സിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഇപ്പോൾ ഡോക്ടറിനെ കാണാൻ നിന്നിരുന്നത്. കാരണം ചെവി വേദന ഉണ്ട്. അങ്ങനെ കാര്യമായിട്ടില്ലെങ്കിലും അതെന്തോ ചെവി ക്ലീൻ ചെയ്യേണ്ട പ്രശ്നമുണ്ട്. അപ്പോൾ ഡോക്ടർ 12:30 എത്താൻ പറഞ്ഞു. 12:35 ആകുമ്പോഴത്തേനും ഇന്ന് ഡോക്ടർ കുറേ റഷ് ഉണ്ടായിരുന്നു. ഡോക്ടർക്ക് എമർജൻസി ആയിട്ട് ഫസ്റ്റിൽ ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. വേറെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ല നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു 2 മണിക്ക് വരൂ, 2 മണിക്ക് നിങ്ങളെ തന്നെ ഫസ്റ്റ് കാട്ടാമെന്ന് പറഞ്ഞു. എന്തായാലും ഇതുവരെ ഇവിടെ അങ്ങനെ ഇങ്ങനെ നടന്നിട്ട് സമയം കളയാനാണ് എൻ്റെ ഉമ്മാൻ്റെ പരിപാടി. എൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ഐഡിയ ഒതുക്കുകയാണെങ്കിൽ ആ ഐഡിയൻ്റെ പിന്നാലെ പോകുമായിരിക്കും. മിക്കവാറും നടക്കുന്നു ചെയ്യില്ല, ഇവിടെ തന്നെ ഇരിക്കുകയായിരിക്കും. സാധാരണ കുട്ടികളെ കൊണ്ട് ഇത് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണിത്. വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, അധികം കുട്ടികളും പാരൻസൊന്നും ഇല്ല. അല്ലെങ്കിലും പാരൻസിനെയും കുട്ടികളുടെ ഒരു വലിയ റഷ് തന്നെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ വീക്ക് ഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അധികം ആൾക്കാരുണ്ടാവില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി റഷ് ഉണ്ടാവില്ല. പാലക്കാട് ഇതേപോലെ ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വാടികയും പിന്നെ കോട്ടമൈതാനമാണുള്ളത്. പിന്നെ അതിനടുത്ത് നൈറ്റ് ഫോർട്ട് ഉണ്ട്. ബട്ട് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണിത്. ഉമ്മ ഇത് ഏതാ ചെടിയെന്ന് ചോദിക്കുകയാണ്. എൻ്റെ അടുത്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പിന്നെ ഗൂഗിളിൽ ചോദിച്ചിട്ട് മുപ്പത്തേക്ക് വാങ്ങാനായിരിക്കും. ഉമ്മ അങ്ങനെ ഫുള്ള് എടുത്ത് ഇത് ഏത് ഓരോ ചെടികളിലും നോക്കി നടക്കുകയാണ്. ഞാൻ ഉമ്മാൻ്റെ പിന്നാലെ ഇങ്ങനെ വെറുതെ നടക്കുകയാണ്. കുട്ടികളുടെ റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യണത്. എന്തായാലും ഇത് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റായിട്ട്. ഇപ്പോൾ ഈ ഊഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ഊഞ്ഞാലാടണം തോന്നുന്നു ഉമ്മ എന്ന് പറയുന്നു. അപ്പോൾ ഉമ്മ നീ ആടാടെന്നൊക്കെ പറയുന്നു. ബട്ട് ഏകദേശം 2 മണിയാവാറായി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങാണ്. ഇറങ്ങുന്ന വഴിക്കുമ്പോൾ അതാ ചിന്തിക്കുന്ന മനുഷ്യന് നീ എന്താ എടുക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ഞാനത് സൂം ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഒരു ചെറിയൊരു പിക്നിക്കൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നോക്കി അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതാ ഞാനും എന്തായാലും ഡോക്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡോക്ടറിനെ കാണാൻ പോകണം. ഡോക്ടർ എന്താ പറയുന്നതൊക്കെ കേട്ടിട്ട് വേണം ഇനി അതുപോലെ ചെയ്യാൻ. കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നേരമായി. അപ്പോൾ ഉമ്മ പറഞ്ഞു എന്തായാലും ഒരു കാപ്പി കുടിച്ചിട്ട് പോകാം. അപ്പോൾ 2 കോഫിയും ഡെഡ് ബൈ ചോക്ലേറ്റാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഡെഡ് ബൈ ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമായി. നല്ല ബിറ്ററായിട്ടുള്ള ചോക്ലേറ്റ് കേക്കിൻ്റെ ഒപ്പം ഒരു വാനില സ്കൂപ്പാണ്. പിന്നെ കോഫി ഇൻസ്റ്റൻറ്റ് കോഫി ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.